ഇപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അനുശോചിക്കുകയാണ് വി ദക്ഷിണാമൂർത്തിയുടെ മരണപ്പെടുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസമായി അസുഖം ബാധിച്ച് സഖാവ് ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. ഒരു മാസം മുമ്പ് വരെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വരെ പങ്കെടുത്ത സഖാവായിരുന്നു ദക്ഷിണാമൂർത്തി. അതിനുശേഷം പിന്നീട് സഖാവിന് അസുഖം വർദ്ധിക്കുകയും ആസ്പത്രിയിൽ പ്രവേശിക്കപ്പെടുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2-3 ദിവസമായി രോഗം വളരെയധികം മൂർച്ഛിക്കുകയും ഇന്ന് മരണപ്പെടുകയും ഉണ്ടായി. സഖാവ് വി ദക്ഷിണാമൂർത്തിയുടെ നിര്യാണം CPIM-ന് ഒരു കനത്ത നഷ്ടമാണ്. പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് വി ദക്ഷിണാമൂർത്തി. പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും ദീർഘകാലം സഖാവ് പ്രവർത്തിക്കുകയുണ്ടായി. ദേശാഭിമാനിയുടെ കോഴിക്കോട് യൂണിറ്റിൻ്റെ മാനേജറായും പിന്നീട് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായും ദീർഘകാലം സഖാവ് ദക്ഷിണാമൂർത്തി പ്രവർത്തിച്ചിട്ടുണ്ട്. MLA ആയും നിയമസഭാ അംഗമായ അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. KSYF-ൻ്റെ സംസ്ഥാന നേതാക്കന്മാരിൽ ഒരാളായാണ് വി ദക്ഷിണാമൂർത്തി കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനം നേടിയത്. പിന്നീട് അടിയന്തരാവസ്ഥയിൽ അദ്ദേഹം വിസപ്രകാരം ജയിൽ 1.5 വർഷക്കാലം കഴിയേണ്ടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ ഭരണകൂടം ജയിലിലടച്ച് പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. അതിൻ്റെ മുമ്പിലൊന്നും പതറാതെ മാർസം ലെനിനിസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വിപ്ലവ ഭോജന പ്രസ്ഥാനം സംഘടിപ്പിക്കാൻ ധീരമായ നേതൃത്വമാണ് സഖാവ് ദക്ഷിണാമൂർത്തി നൽകി വന്നിരുന്നത്. ഹൈസ്കൂൾ അധ്യാപകൻ എന്നുള്ള നിലയിൽ ഏറ്റവും നല്ലൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം. പിന്നീട് അധ്യാപക ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയാണ് ഉണ്ടായത്. കേരളത്തിലുടനീളം പാർട്ടി സഖാക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ചൊരു സഖാവായിരുന്നു അദ്ദേഹം. വിവിധമായ വിഷയങ്ങൾ, മാർസൽ ലെനിനിസത്തിൻ്റെ ബാലപാഠങ്ങൾ പാർട്ടി സഖാക്കളെ പഠിപ്പിക്കുന്നതിൽ കേരളത്തിലുടനീളം അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു ട്രാൻസ്ലേറ്ററായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ബഹുമുഖ വ്യക്തിത്വമാണ് വി ദക്ഷിണാമൂർത്തിക്കുള്ളത്. കർഷക പ്രസ്ഥാനത്തിലും സഖാവ് ദക്ഷിണാമൂർത്തി പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും സത്യസന്ധമായി നിർവഹിക്കാൻ അദ്ദേഹം എല്ലാ കാലത്തും തയ്യാറായിട്ടുണ്ട്. CPIM-നെ സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടിക്ക് അപരിഹാര്യമായ ഒരു നഷ്ടമാണ് സഖാവ് ദക്ഷിണാമൂർത്തിയുടെ ഈ വിയോഗം. കർമ്മനിരതമായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് സഖാവ് കേരളത്തിലെ പ്രസ്ഥാനത്തെ ജനങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അനുശോചനത്തിൻ്റെ ഭാഗമായി ഇന്നും നാളെയുമായി സംസ്ഥാനത്ത് CPM-ൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കേണ്ടുന്ന എല്ലാ പരിപാടികളും മാറ്റിവെക്കുന്നതാണ്. ഇന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. നാളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പേരാമ്പ്രയിൽ പാലേരിയുടെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടുപറമ്പിൽ ശവസംസ്കാരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിൽ സഖാവ് ദക്ഷിണാമൂർത്തിയുടെ വേർപാട് ഞങ്ങളെല്ലാം വളരെയധികം ദുഃഖിപ്പിക്കുന്നുണ്ട്. ഇതിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അഗാധമായ അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു.